ഹരേ കൃഷ്ണ. എൻ്റെ പൊന്നുണ്ണിക്കണ്ണ, ബാലഗോപാല, കണ്ണനുണ്ണി, മോനെ ശ്രീകുട്ട, സുഖം എന്ന് കരുതട്ടെ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. തീർത്തും ഒരു കൃഷ്ണഭക്തയാണ്. എൻ്റെ പേര് പറയണ്ട കേട്ടോ, എങ്കിലും എഴുതാം. പൊന്നുമോൻ. ഇനി എൻ്റെ അനുഭവം, എൻ്റെ കണ്ണൻ. എനിക്ക് പലപ്പോഴായിട്ട് ചില അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം ചുരുക്കി പറയാം. ആദ്യത്തേത് എൻ്റെ മോൻ്റെ ചോറൂണിന് പോയപ്പോൾ ആണ് കേട്ടോ. മോൻ്റെ 10ാം മാസത്തിലാണ് കണ്ണൻ്റെ അരികിൽ ചോറൂണിന് പോകാനായത്. എൻ്റെ കണ്ണൻ്റെ ചോറ് എൻ്റെ മോന് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് മോനെയും കൊണ്ട് അകത്ത് കയറി തൊഴാനായി. മോനെയും കൊണ്ട് മഞ്ചാടി വാരുന്ന വാർപ്പിൻ്റെ അവിടെ ചെന്നപ്പോൾ രസീത് എഴുതുന്ന സ്ഥലത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞു, ചോറൂട് കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് കയറാൻ പാടില്ല എന്ന്. ഞങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഒരാൾ കാവിമുണ്ടും കള്ളി ഷർട്ടും ഒക്കെ ഇട്ട് ഞങ്ങളോട് പറഞ്ഞു, അകത്ത് മാനേജറോട് കയറി പറയൂ, സാധിക്കുമെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, മോനെയും കൊണ്ട് കയറി തൊഴാൻ പറ്റിയിട്ടോ. അവിടെ ഇരുന്ന ആളാണ് പാടില്ല എന്ന് പറഞ്ഞതും എന്നോട് പാടുണ്ട് എന്ന് പറഞ്ഞതും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് ആദ്യം എൻ്റെ അനുഭവം. കഴിഞ്ഞ മാസം എനിക്ക് കണ്ണൻ തന്നത് ഒരു സുന്ദര സ്വപ്നമാണ്. എൻ്റെ മകന് ഇപ്പം 12.5 വയസ്സ്. ഞങ്ങൾക്ക് വളരെ വൈകി കിട്ടിയ മകനാണ്. പേര് ഹരിശങ്കർ. മോൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് 3 ആഴ്ച വീട്ടിൽ നിന്നും ആശുപത്രിയിൽ താമസിക്കേണ്ടതായി വന്നു. അങ്ങനെ ഒരു ദിവസം ഉറക്കത്തിൽ ഞാൻ കാണുന്നത് ഞാനും ഭർത്താവുമായി എവിടെയോ പോയി മടങ്ങി വരികയാണ്. നടന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിനടുത്തു കൂടിയാണ് വരുന്നത്. അവിടെ വന്നപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് കരുതി. കാൽപ്പടവ് കയറി, മുറ്റത്ത് കയറിയിട്ടോ. അപ്പോൾ കാല് വെക്കുമ്പോൾ കാണുന്നത് കേശാദിപാദത്തിൽ എൻ്റെ കണ്ണനെയാണ്. കണ്ണൻ്റെ ഒരു വിഗ്രഹം അല്പം വലുതാണ്. ശിരസ് മുതൽ പാദം വരെയും തുളസിമാലയാൽ മൂടി നിൽക്കുന്ന എൻ്റെ പൊന്നുണ്ണി കണ്ണൻ. ആ കുഞ്ഞു മുഖവും താമരക്കണ്ണുകളും അല്പം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഒന്നല്ല രണ്ടല്ല, ഏറെ തുളസിമാലകൾ. എന്താ പറയേണ്ടത് എന്നറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. വീട്ടിൽ വന്നതിന് ശേഷം തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് കേശാദിപാദം മാല താമരപ്പൂവോടുകൂടി ചാർത്തി. എൻ്റെ കണ്ണൻ എൻ്റെ മോൻ്റെ തുടർ ചികിത്സയ്ക്കും തുടർ വിദ്യാഭ്യാസത്തിനും ഞങ്ങൾക്ക് ഒരു സ്പോൺസറെ കണ്ടെത്തി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കണ്ണന് അത് സാധിച്ചു തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. മോന് കമ്പ്യൂട്ടർ, ചിത്രരചനയൊക്കെ താല്പര്യമാണ്. കമ്പ്യൂട്ടറിൽ ഡിസൈനിങ് ആണ് താല്പര്യം. ഞങ്ങളുടെ സാഹചര്യം ഒന്നിനും അനുവദിക്കുന്നില്ല. ശ്രീകുട്ട, ഇത് വായിക്കണേ. ഞാൻ കണ്ട സ്വപ്നം ത്രിമധുരത്തിൽ എൻ്റെ മോന് വേണ്ടി പറയണമെന്ന് ഞാൻ കണ്ണന് വാക്ക് കൊടുത്താണ്. വായിക്കും എന്ന പ്രതീക്ഷയോടെ. ഹരേ കൃഷ്ണ ഗോപാല മാധവ. എന്താ അമ്മേ കഥ? വൈകി കിട്ടിയ മകനാണല്ലേ. അപ്പം മകന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അമ്മ പ്രാർത്ഥിക്കുന്നത് മാതിരി ഒക്കെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം കേട്ടോ. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ ത്രിമധുരത്തിൻ്റെ മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് മെയിൻ ഗ്രൂപ്പും ഒക്കെ മിക്സ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പം അതിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കൂടെ ഉണ്ടാവും. വേറെ ഒന്നും പറയാനില്ല. ഉച്ചപൂജാലങ്കാരത്തിൻ്റെ ഗ്രൂപ്പ് സെപ്പറേറ്റ് ആണ്. ഹരേ കൃഷ്ണ.